ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സാധാരണ കൊണ്ടുവരുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു വിഷയമാണ് കമ്മ്യൂണിക്കേഷൻ. സൂപ്പർ കമ്മ്യൂണിക്കേറ്റേഴ്സിന്റെ ഓഥറായ ചാൾസ് ഡ്യൂഹിഗിന്റെ ടോക്കിൽ നിന്നും എടുത്ത ഈ ഒരു കണ്ടന്റ് വളരെ ഇൻട്രസ്റ്റിംഗും മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ ഉപയോഗപ്രദവും സക്സസിന് ഒരു പ്രധാന ഘടകമെന്ന നിലയിലുമാണ് ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തത്. നിങ്ങൾക്കായി ഒരു ടാസ്കുമായാണ് ഈ ഒരു വിഷയം ആരംഭിക്കുന്നത്. നിങ്ങളിനി കണ്ടുമുട്ടുന്ന ആദ്യത്തെ ഒരു അപരിചിതനോട്, സ്ട്രേഞ്ചറോടുള്ള ഒരു ചോദ്യമാണിത്. വെൻ വാസ് ദി ലാസ്റ്റ് ടൈം യു ക്രൈഡ് ഇൻ ഫ്രണ്ട് ഓഫ് സംവൺ എൽസ്? നിങ്ങൾ അവസാനമായി മറ്റൊരാളുടെ മുന്നിൽ നിന്ന് കരഞ്ഞ ഒരവസരം ഏതായിരുന്നു? അവർ മറുപടി പറഞ്ഞതിന് ശേഷം നിങ്ങളും ഇതേ ചോദ്യത്തിന് മറുപടി കൊടുക്കണം. തീർച്ചയായും ഇത് ചോദിക്കാൻ, അതും ഒരു സ്ട്രേഞ്ചറോട് ചോദിക്കാൻ അത്ര സുഖകരമല്ലാത്ത ഒരു ചോദ്യമാണ്. ചാൾസ് ഡ്യൂഹിഗ് തൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നു. വിവാഹം കഴിഞ്ഞ് 20 വർഷമായിരിക്കെ അദ്ദേഹം ന്യൂയോർക്ക് ടൈംസിൽ റിപ്പോർട്ടറായി ജോലി ചെയ്യുകയായിരുന്നു. നീണ്ട ജോലി ദിവസം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അദ്ദേഹം ആ ദിവസത്തെക്കുറിച്ച് പരാതികൾ പറഞ്ഞു തനിക്ക് വേണ്ട പരിഗണന കിട്ടാത്തതിനെക്കുറിച്ചും മറ്റും പറയുകയും ഭാര്യ അദ്ദേഹത്തെ സഹായിക്കാനായി വലിയ ഉപദേശങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. എന്നാൽ ഭാര്യയുടെ ഉപദേശം കേൾക്കുമ്പോൾ ഡ്യൂഹിഗ് കൂടുതൽ അപ്സെറ്റ് ആവുകയാണ് ചെയ്തിരുന്നത്. നല്ല ഉപദേശം കൊടുക്കാൻ ശ്രമിച്ചിട്ടും തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്ന ഡ്യൂഹിഗിനോട് ഭാര്യയ്ക്കും പിണക്കം തോന്നുമായിരുന്നു. ഇത് വളരെ മോശമായ അവസ്ഥയായി തുടങ്ങിയപ്പോൾ അദ്ദേഹം കമ്മ്യൂണിക്കേഷനിൽ പഠനം നടത്തിയിരുന്ന റിസർച്ചേഴ്സിനോട് ചില സംശയങ്ങൾ ചോദിക്കാൻ തീരുമാനിച്ചു. സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് പാറ്റേൺസ് ഉണ്ടാകുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ സംശയം. ആളുകളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു സംഭാഷണമല്ല, മറിച്ച് പ്രധാനമായും 3 തരത്തിലുള്ള സംഭാഷണങ്ങളുടെ സാധ്യത അതിലുണ്ടെന്നാണ് അവർ പറഞ്ഞത്. 1. പ്രാക്ടിക്കൽ കോൺവെർസേഷൻ. സംസാരിക്കുന്ന കാര്യം എന്തിനെക്കുറിച്ചാണ് എന്ന ഉദ്ദേശത്തോടെയുള്ള സംഭാഷണമാണിത്. 2. ഇമോഷണൽ കോൺവെർസേഷൻ. എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് അറിയിക്കാനുള്ള സംഭാഷണം. ഇവിടെ ഫീലിംഗ് ഷെയർ ചെയ്യുക എന്നത് മാത്രമാണ് ഉദ്ദേശം. 3. സോഷ്യൽ കോൺവെർസേഷൻ. ഇവിടെ ഞാൻ ആരാണ്, എൻ്റെ സോഷ്യൽ ഐഡൻറ്റിറ്റി എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന സംഭാഷണം. ആളുകൾ ഒരേ സമയത്ത് വ്യത്യസ്തമായ സംഭാഷണത്തിലാണ് ഏർപ്പെടുന്നതെങ്കിൽ ഒരാൾക്ക് മറ്റേയാൾ പറയുന്നത് കേൾക്കാൻ, മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അവർക്ക് ശരിയായ രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. ഇതുതന്നെയാണ് ഡ്യൂഹിഗും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിലുള്ള സംഭാഷണത്തിലും സംഭവിച്ചത്. ഡ്യൂഹിഗ് ഇമോഷണലായ കോൺവെർസേഷനിൽ ഏർപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രാക്ടിക്കൽ കോൺവെർസേഷനിലാണ് ഏർപ്പെട്ടത്. ന്യൂറോളജിയിലും സൈക്കോളജിയിലും പറയുന്ന മാച്ചിങ് പ്രിൻസിപ്പിളിലും ഇതുതന്നെയാണ് പറയുന്നത്. വിജയകരമായ സംഭാഷണം നടക്കണമെങ്കിൽ ആദ്യം ഏത് തരത്തിലുള്ള സംഭാഷണമാണ് നടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതിന് മാച്ചാകുന്ന രീതിയിലുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുന്നതാണ് ഇത്. സ്കൂളുകളിൽ അധ്യാപകരെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി ഒരു പ്രശ്നവുമായി അല്ലെങ്കിൽ സംസാരിക്കാനായി ടീച്ചറിനരികെ വരുമ്പോൾ ടീച്ചർ ചോദിക്കേണ്ടത് ഇവയാണ്. എൻ്റെ സഹായം എന്തെങ്കിലും വേണോ? അത് പ്രാക്ടിക്കൽ കോൺവെർസേഷൻ. മറ്റൊന്ന്, എൻ്റെ സാന്ത്വനം ആഗ്രഹിക്കുന്നുണ്ടോ? അത് ഇമോഷണൽ കോൺവെർസേഷൻ. മറ്റൊരു ചോദ്യമാണ്, പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കണോ? അത് സോഷ്യൽ കോൺവെർസേഷൻ. ഇവ വർക്ക് ചെയ്യുന്നു. വിദ്യാർത്ഥികളോട് അവർക്ക് എന്തു വേണമെന്ന് അധ്യാപകർ ചോദിക്കുമ്പോൾ അവരത് മിക്കവാറും കൃത്യമായി പറയുന്നു. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ ഇങ്ങനെ ചോദിച്ചറിയുന്നത് അത്ര എളുപ്പമല്ല. ഇവിടെയാണ് ചില ചോദ്യങ്ങളുടെ പ്രസക്തി വരുന്നത്. അതാണ് ഡീപ്പ് ക്വസ്റ്റ്യൻസ്. ഡീപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ മൂല്യങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും പങ്കുവയ്ക്കാൻ അവസരം നൽകുന്നു. അതല്പം പ്രയാസകരമായി തോന്നിയാലും സത്യത്തിൽ അത് വിചാരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ്. ഉദാഹരണമായി, താങ്കൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം താങ്കളുടെ ജോലിയിൽ താങ്കൾ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സ്കൂളിലാണ് പഠിച്ചത് എന്നതിന് പകരം സ്കൂൾ കാലം എങ്ങനെയുള്ളതായിരുന്നു, അവിടെ താങ്കളുടെ ജീവിതത്തെ സ്വാധീനിച്ച കാര്യം എന്താണ് എന്നെല്ലാം ചോദിക്കാം. ഫാക്ട്സിനെ കുറിച്ച് ആളുകളോട് ചോദിക്കുന്നതിന് പകരം അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് ചോദിക്കാം.
ഇവ ചോദിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ആരാണെന്ന് പറയാൻ അവർ തയ്യാറാകും. അവരെ മറ്റുള്ളവർ എങ്ങനെ കാണണം, നമ്മെ അവർ എങ്ങനെ കാണുന്നു, അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ് എന്നെല്ലാം അവർ വെളിപ്പെടുത്തും. കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മെ കൂടുതൽ ഇമോഷണൽ ആകാൻ, വൈകാരിക തലത്തിൽ കണക്ട് ചെയ്യാൻ സഹായിക്കുന്നു. ഒരു ഡോക്ടറിന്റെ അനുഭവം ഡുഹിഗ് പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ഡോക്ടർ ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു ക്യാൻസർ സർജനാണ്. അദ്ദേഹം പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ക്ലിനിക്കിലേക്ക് ഒരു പേഷ്യന്റ് ക്ലിനിക്കൽ അഡ്വൈസിനായി വന്നാൽ അദ്ദേഹം അവരോട് പറയും, നിങ്ങൾ ഒരിക്കലും ഇത് റിമൂവ് ചെയ്യാൻ സർജറി ചെയ്യരുതെന്ന്. കാരണം പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് യൂറിനേഷനും സെക്ഷൽ ഫംഗ്ഷനും കൺട്രോൾ ചെയ്യുന്ന നെർവ്സിന്റെ ഏറ്റവും അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു താരതമ്യേന റിസ്കി സർജറിയാണെന്നും അതുപോലെ തന്നെ മിക്കവാറും പ്രോസ്റ്റേറ്റ് ട്യൂമറുകൾ വളരെ പതുക്കെയാണ് വളരുന്നതെന്നും ഡോക്ടർ പറയും. ഡോക്ടർമാരുടെ ഇടയിൽ ഇതിനെക്കുറിച്ചുള്ള സംസാരം ഇങ്ങനെയാണ്: ഒരു പ്രായമായ വ്യക്തിക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ അയാൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കാരണം മരിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത വാർദ്ധക്യ സഹജമായ കാരണങ്ങൾ കൊണ്ട് മരിക്കുന്നതായിരിക്കുമെന്നാണ്. അങ്ങനെ ഈ ഒരു ഡോക്ടർ ഒരു പ്രോസ്റ്റേറ്റ് സർജൻ ആയിരുന്നിട്ടും സർജറി ചെയ്യേണ്ടതില്ലെന്നും പകരം 6 മാസം കൂടുമ്പോൾ ബ്ലഡ് സാമ്പിൾ എടുക്കുകയും എല്ലാ 2 വർഷം കൂടുമ്പോഴും ബയോപ്സി ചെയ്യുകയും ട്യൂമറിൽ മാറ്റമുണ്ടെങ്കിൽ മാത്രം MRI ചെയ്യുകയും ആവശ്യമെങ്കിൽ മാത്രം സർജറി മതിയാകുമെന്നും രോഗികളോട് പറയുമായിരുന്നു. രോഗികൾ ഇത് കേട്ട് വീട്ടിൽ പോകും, പാർട്ട്ണറുമായി സംസാരിക്കും. എന്നാൽ അടുത്ത ദിവസം വന്ന് അവർക്ക് സർജറി വേണമെന്നും അതും എത്രയും വേഗം വേണമെന്നും ആവശ്യപ്പെടും. ഇത് കേൾക്കുമ്പോൾ ഡോക്ടർ എപ്പോഴും അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ ഒരു കാര്യം തിരിച്ചറിഞ്ഞു: ഇത് എൻ്റെ രോഗികളുടെ തെറ്റല്ല, എൻ്റെ പ്രോബ്ലമാണ്. ഞാൻ തെറ്റായി എന്തോ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഹാർവാർഡ് ബിസിനസ് സ്കൂളിലെ ചില പ്രൊഫസേഴ്സുമായി ഇത് ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഡോക്ടർ സംഭാഷണം തുടങ്ങുന്നത് തന്നെ തെറ്റായ രീതിയിലാണെന്നാണ്. ഡോക്ടർ കരുതുന്നത് ഒരു രോഗി അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കടന്നു വരുന്നത് മെഡിക്കൽ അഡ്വൈസിനും പരിഹാരത്തിനുമായിട്ടാണെന്നാണ്. എന്നാൽ അത് സത്യമാണോ എന്നറിയാൻ താങ്കൾ രോഗികളോട് ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല എന്നായിരുന്നു പ്രൊഫസേഴ്സിന്റെ അഭിപ്രായം. ആദ്യം ചെയ്യേണ്ടത് അവരോട് ഡീപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ഇതിന് 2 ആഴ്ചയ്ക്ക് ശേഷം 62 വയസ്സുള്ള ഒരു രോഗി ഡോക്ടറിന്റെ ക്ലിനിക്കിലേക്ക് ആദ്യമായി കടന്നു വന്നു. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെന്ന് ഡയഗ്നോസിസ് കിട്ടിയ ഉടനെ ഈ പ്രാവശ്യം രോഗിക്ക് ഉപദേശം കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യണമെന്ന് പറയുന്നതിനു പകരം അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു: താങ്കൾ ഈ ക്യാൻസർ ഡയഗ്നോസിസിനെ കുറിച്ച് എന്താണ് കരുതുന്നത്? വാട്ട് ഡസ് ഇറ്റ് മീൻ ടു യു? ഇത് കേട്ടതും രോഗി സംസാരിക്കാൻ ആരംഭിച്ചു. തൻ്റെ പിതാവ് 17-ാം വയസ്സിൽ മരിച്ചതാണെന്നും അത് തനിക്കും അമ്മയ്ക്കും വളരെ വിഷമമുണ്ടാക്കിയെന്നും ഇത് പറഞ്ഞ ശേഷം തൻ്റെ ജോലി സ്ഥലത്ത് ചെറുപ്പക്കാരായ തൻ്റെ കൊളീഗ്സ് തനിക്ക് ക്യാൻസർ ആണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ വ്യത്യസ്തമായ രീതിയിൽ കാണാൻ തുടങ്ങും, തൻ്റെ ശവദാഹം ഇപ്പോൾ തന്നെ നടത്തുമെന്നും അതുപോലെ തൻ്റെ കൊച്ചുമക്കളെക്കുറിച്ചും കാലാവസ്ഥ വ്യതിയാനങ്ങളെക്കുറിച്ചും ചുറ്റുപാടും നടക്കുന്ന മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ ആരംഭിച്ചു. എന്നാൽ ഡോക്ടർ പ്രതീക്ഷിച്ചത് ഈ രോഗി മരണസാധ്യതയെക്കുറിച്ചും വേദനയെക്കുറിച്ചും മറ്റുമായിരിക്കും സംസാരിക്കുക എന്നതായിരുന്നു. എന്നാൽ അതൊന്നും ഉണ്ടായില്ല. അപ്പോഴാണ് ഡോക്ടർ തിരിച്ചറിഞ്ഞത് തൻ്റെ രോഗിക്ക് വേണ്ടത് ഒരു ഇമോഷണൽ കോൺവെർസേഷൻ ആയിരുന്നു എന്നത്. ഒരു വൈകാരിക തലത്തിലുള്ള സംഭാഷണം. രോഗിയുടെ വികാരങ്ങളെ മനസ്സിലാക്കുന്നു എന്ന രീതിയിൽ കുറച്ചു മിനിറ്റുകൾ സംസാരിച്ച ശേഷം ഒരു മെഡിക്കൽ ഓപ്ഷനെ കുറിച്ച് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ച് അങ്ങനെ സാവധാനം പ്രാക്ടിക്കൽ കോൺവെർസേഷനിലേക്ക് കടക്കുകയും അങ്ങനെ കുറച്ചു മിനിറ്റോളം സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ രോഗി സർജറി വേണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇപ്പോൾ ഡോക്ടറുടെ മിക്കവാറും രോഗികൾ സർജറി വേണ്ടെന്ന് ഓപ്റ്റ് ചെയ്യുന്നവരാണ്. ഈയൊരു അപ്രോച്ച് എടുത്ത് തുടങ്ങിയതു മുതൽ ഈ ഒരു കാര്യം ഏതൊരു സംഭാഷണത്തിലും കൊണ്ടുവരാവുന്നതാണെന്ന് ഡ്യൂഹിഗ് പറയുന്നു. ഇത് മികച്ച രീതിയിൽ കണക്ട് ചെയ്യാൻ സഹായിക്കുന്നു. ഇനി തിരിച്ച് ആദ്യം പറഞ്ഞ ടാസ്കിലേക്ക് വരാം. നിങ്ങൾ ആദ്യം കാണുന്ന അപരിചിതനോട് നിങ്ങൾ അവസാനം ഒരാളുടെ മുന്നിൽ നിന്ന് കരഞ്ഞ അവസരം ഏതാണെന്ന് ചോദിക്കുന്നത്. ഈയൊരു എക്സ്പെരിമെന്റ് 1000ഓളം തവണ ആവർത്തിച്ചതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിൽ. ഇത് ചെയ്യുമ്പോഴൊക്കെയും അതിൽ പങ്കെടുക്കുന്ന ആളുകൾ ഈ എക്സ്പെരിമെന്റിനെ വെറുക്കാറുണ്ട്. അവർക്കത് ചെയ്യേണ്ട, ഇത് ടെറിബിൾ ആണ് എന്നെല്ലാം അവർ പറയാറുണ്ട്.
എന്നാൽ എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് മാത്രം അവർ അത് ചെയ്യുന്നു. അങ്ങനെ അവർ ജോഡികളായി തിരിയുന്നു. മുൻപ് പറഞ്ഞ ചോദ്യം പരസ്പരം ചോദിക്കുന്നു. എന്നാൽ ടാസ്ക് പൂർത്തിയായ ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ ആളുകൾ പ്രതികരിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. ഈ ഒരു വ്യക്തിയുമായി വളരെയധികം കണക്റ്റഡായി തോന്നി. സംസാരിച്ച വ്യക്തിയോട് വളരെ കെയറിംഗ് ആയി തോന്നി. മറ്റേയാൾ തങ്ങളെ വളരെ കെയർ ചെയ്യുന്ന പോലെ തോന്നി. അവർ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നതായും അവർ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കാനും സാധിച്ചു. ഇത് കഴിഞ്ഞ ആഴ്ചയിൽ, മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ നടന്ന സംഭാഷണങ്ങളിൽ ഏറ്റവും മികച്ചതായിരുന്നു. എക്സ്പെരിമെൻറ്റിൽ ഈ ഒരു വ്യക്തിയുമായി ജോഡിയായതിൽ, പെയർ ചെയ്യപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം അവർ കൃത്യമായി തങ്ങൾക്ക് യോജിച്ച വ്യക്തികളായിരുന്നു എന്നെല്ലാം അവർ ഫീഡ്ബാക്ക് കൊടുത്തു. എന്നാൽ സത്യത്തിൽ ഒരേയൊരു കാര്യം മാത്രമേ യോജിച്ചതായി, റൈറ്റായി ഉണ്ടായിരുന്നുള്ളൂ. അവർ ചോദിച്ചത് ഏറ്റവും റൈറ്റായ ചോദ്യമായിരുന്നു എന്നുള്ളത്. ഇങ്ങനെ മികച്ച രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്പെഷ്യലോ ആകർഷണീയമായ വ്യക്തിത്വമുള്ളവരോ കൂടുതൽ ഔട്ട് ഗോയിങ്ങോ ഒന്നും ആകേണ്ടതില്ല. മറിച്ച് ഈ ഒരു സ്കിൽ വളർത്തിയെടുക്കേണ്ടതേ ഉള്ളൂ എന്ന് ചാൾസ് ഡ്യൂഹിഗ് പറയുന്നു. ഇത് എല്ലാവർക്കും പഠിച്ചെടുക്കാവുന്ന ഒരു സ്കില്ലാണ്.